നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുച്ചിറപ്പള്ളിയിലുള്ള ഉച്ചൈപ്പിള്ളിയാർ ക്ഷേത്രത്തിന്റെ കവാടത്തിന് മുമ്പിലാണ്. ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് 272 അടി ഉയരത്തിലാണ്. ചേർന്നതിൻ്റെ ഇടസൈഡിലേ ഒരു കല്ലിൽ തീർത്ത ഒരു ആനയുണ്ട്. അതുപോലെ ഇവിടെ ഒരു വിഗ്രഹമുണ്ട്. ഇതുപോലത്തെ വെയില് ഒക്കെ ഉണ്ട് കേട്ടോ. ഗോൾഡ് സിൽവർ വെയില്. ഇതുപോലത്തെ രസമുള്ള വിഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഗണപതിയുടെ വിഗ്രഹം അത് പല ടൈപ്പുണ്ട്. ഗ്ലാസ്സിലൊക്കെ തീർത്ത്. ഓക്കെ, ഇതൊക്കെ എൻ്റെ പ്രൈസ് വരുന്നത്. ഇത് 150. ഓക്കെ, ഇത് മാർബിൾസ്. ഇത് മരകത പച്ചൈ. This is 300. അത് പച്ചയോ? 300. You buy this? Good. Not now. ഇത് വീഡിയോ പണത്. Okay. Just one second. ടെമ്പിളിലേക്ക് വരുമ്പോഴേ ചെരുപ്പ് ഇവിടെ ഊരി വെക്കണം. പലരും ചെരുപ്പ് ഊരി വെക്കാതെ അകത്തോട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ ഏൽപ്പിച്ചാൽ മതി കേട്ടോ. 10 രൂപയാണ് ഒരു പെയർ സൂക്ഷിക്കുന്നതിന്. ഇവിടെ നിന്ന് ടെമ്പിൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ ഒരു ഗേറ്റ് കണ്ട് അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. ഏതുവഴി മുകളിലോട്ട് പോകണമെന്ന് കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ 2 വഴിയുള്ളതുകൊണ്ട് ചെറിയ കൺഫ്യൂഷനായി. അപ്പോൾ ഞാൻ ചോദിച്ചു പറഞ്ഞ് ഇങ്ങനെ ചുറ്റി പോകണമെന്നാണ് പറഞ്ഞത്. നല്ല തണുപ്പാണ് കേട്ടോ ഈ പാറയുടെ ഈ ഭാഗത്തൊക്കെ. അകത്തോട്ടൊക്കെ ഇനിയിപ്പോൾ മുകളിലോട്ട് കയറി പോകുമ്പോൾ ചിലപ്പോൾ ചൂടായിരിക്കും. ഇവിടെയൊക്കെ ആൾക്കാർ കിടന്നിങ്ങനെ ഉറങ്ങുന്നുണ്ട്. പടികളുണ്ട്. കുറേ പുസ്തകങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട് കേട്ടോ. ചൂടായിരിക്കുന്ന കേട്ടോ ഞാൻ വിചാരിച്ചു. പക്ഷേ തണുപ്പാണ്. നല്ല ഐസ് പോലെ ഇരിക്കുന്നു തറ. ഇങ്ങനെ ഇടവഴി ഉണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് ക്ഷേത്രത്തിനകത്തൂടെയാണ് ഇടവഴി ഓടിക്കുന്നത്. അടുത്ത പടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മുകളിൽ ചെല്ലണമെങ്കിൽ കുറേ പടികൾ കാണുമായിരിക്കും. ഇവിടെ വരുമ്പോഴേ കൗണ്ടറുണ്ട് കേട്ടോ. ഇവിടെ ചാർജ് ഉണ്ട്. ചാർജ് വെച്ചാൽ ക്യാമറ യൂസ് ചെയ്യുമ്പോൾ ഞാൻ ക്യാമറയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് 100 രൂപ ചാർജ് തന്നിട്ടുണ്ട്. പിന്നെ അതർ ചാർജസ് സ്പീഡ് ദർശനം, സാൻഡിൽ, ലോക്കർ. ലോക്കർ എங்கே ഇരിക്കും? ഓപ്പോസിറ്റ്. ഓക്കെ, ലോക്കർ ഇരിക്കുക. ഫുഡ് ഡൊണേഷൻ. Day 200 people's food donation. 50, 100, 500 only. ഇവിടെ ഇങ്ങനെ ഭണ്ഡാരപ്പെട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മുകളിലേക്ക് കയറാം. ഇത് ഇവിടെ നോക്കുമ്പോൾ നല്ല ഹൈറ്റ് ഉണ്ടല്ലോ. കുറേ പടി കയറാണ് കേട്ടോ. അപ്പം ഇതാണല്ലേ രൂപ വെള്ളം മേടിക്കണം കേട്ടോ. വരുന്നവരെ വെള്ളം മേടിക്കാൻ മറക്കരുത്. ചില സ്ഥലത്തൊക്കെ സ്റ്റെപ്പിന് ഹൈറ്റ് കൂടുതലാണ്. ഈ സൈഡിലൊക്കെ കുറേ പേര് കിടന്നുറങ്ങുന്നുണ്ട്. പിന്നെ അമ്മേ ഇത്രയും മുകളിലോട്ട് കയറണം. ഇതിപ്പോൾ നേരെ നല്ല കുത്തനെ കേട്ടോ. ഇവിടെ വരെ കയറിയപ്പോൾ തന്നെ കാല് കഴിക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് 2 കിലോമീറ്റർ നടന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. ഇവിടെ ഇങ്ങനെ ഗേറ്റ് പോലെ വെച്ചിട്ട് താഴെ കെട്ടി വെച്ചിട്ടുണ്ട്.
ആ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ബേസ് ഫ്ലോറിൻ്റെ മുകളിൽ വെച്ചാൽ ആ പാറക്കെട്ട് ഉണ്ടോ? ആ പാറക്കെട്ടിൻ്റെ മുകളിലാണ് ഇത് പണിതിരിക്കുന്നത്. ഈ പാറക്കെട്ടല്ല നമ്മൾ അവിടെ നിന്ന് കാണാം. പിന്നെ ദൂരെ അവിടെ ഏറ്റൊരു സംഭവം കാണുന്നുണ്ടല്ലോ. ഈ കാണുന്ന ഒരു ചർച്ച കേട്ടോ. അടുത്ത പ്രതിഷ്ഠകളാണ് കേട്ടോ. അതുപോലത്തെ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. ഈ വിഗ്രഹങ്ങളൊക്കെയാണ് ഗണപതിയുടെ. ഇവിടെയായിട്ട് മന്ത്രമൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ജപിക്കേണ്ട മന്ത്രം. മുരുകൻ്റെ ഒരു ശില്പമുണ്ട് അവിടെ. അപ്പം അടുത്ത ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അടുത്ത പടി. ഓരോ തവണയും പടി കഴിയുമ്പോഴേ അതിൻ്റെ ഹൈറ്റ് കൂടിക്കൂടി വരുന്നുണ്ട്. ഹൈറ്റ് കൂടുന്നത് വെച്ചാൽ പടികളുടെ എണ്ണം കൂടിക്കൂടി വരുന്നുണ്ട്. 10 കഴിഞ്ഞെങ്കിൽ അടുത്തത് വരുന്നത് 15 ആയിരിക്കും. പിന്നെ അതിൻ്റെ അടുത്തത് 20, 25 അങ്ങനെ കയറി വരും. ലാസ്റ്റ് ആകുമ്പോൾ എന്തായിരിക്കുമല്ലേ. ഇവിടെ തമിഴിലാണ് ഫുൾ എഴുതി വെച്ചിരിക്കുന്നത്. ഒരു പിടിയിലാണ് എഴുതിയിരിക്കുന്നത്. ഫുൾ കരിങ്കല്ലാട്ടോ ഭിത്തിയല്ല. ഇവിടെ ഇങ്ങനെ കുറേ ശില്പങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നേരത്തെ കണ്ട പടിയേക്കാളും 3 പടി കൂടുതലുണ്ട്. പിന്നെ ഇങ്ങനെ ഇടത്തേക്കും വലത്തേക്കും തിരിഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു പടിക്ക് ഹൈറ്റ് കൂടുതലായിരുന്നു. അതിൽ പോയി കാലടിച്ച് കരിങ്കല്ലിൽ കുത്തി വെച്ചിരിക്കുക കേട്ടോ. സിംഹത്തിൻ്റെ രൂപമൊക്കെ. ഹൈറ്റിൻ്റെ ആ ഒരു ഇതില്ല ചെരിവ്, ആ ചെരിവ് മാറിയിട്ട് കുത്തിനായിട്ടുണ്ട്. കുത്തിനെയാണ്. ഇപ്പം നമ്മൾ ടോപ്പിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ. മുകളിൽ ഇങ്ങനെ കുറേ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. ഇതിന് തന്നെ ക്ഷേത്രത്തിനോട് അനുവദിച്ചുള്ള കച്ചവടം തന്നെയാണ്. കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇവിടെ നല്ല വ്യൂ ഉണ്ടോ എൻ്റെ അമ്മു. ഇവിടെയൊക്കെ ഒത്തിരി കിടക്കാതിരിക്കാൻ വേണ്ടി മറച്ച് കെട്ടി വെച്ചിരിക്കുകയാണ്. പാറയുടെ ഭാഗം തന്നെ കേട്ടോ. ഇത് ഫുള്ള് പാറയാണ് താഴെ. ഭയങ്കര വ്യൂ. അതൊന്ന് കാണാമല്ലോ. എനിക്ക് അങ്ങ് ദൂരേറ്റ് അവിടെ ഒരു ക്ഷേത്രം കാണാം കേട്ടോ. ആ സൂം ചെയ്ത് കാണിക്കാം.